CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ബിനോയ് വിശ്വം, പാവങ്ങളുടെ പാപ്പ എന്നുകൂടിയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. താങ്കൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ഓർക്കുന്നു ശ്രീ ബിനോയ് വിശ്വം? തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ പാപ്പയായിരുന്നു. നിന്ദിതന്റെയും പീഡിതന്റെയും പക്ഷം ചേരലാണ് ക്രിസ്തുവിന്റെ വഴിയെന്ന് അദ്ദേഹം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും കരുതി. ആ കരുതലോടെ അദ്ദേഹം ജീവിച്ചു, അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വ്യക്തതയുണ്ടായിരുന്നു. നിന്ദിതന്റെയും പീഡിതന്റെയും പക്ഷം ചേരുമ്പോൾ ആരാണ് മറുഭാഗത്ത് നിന്ന് നല്ല വ്യക്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ചൂഷകവർഗമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അത് മൂലധനമാണെന്ന് പറഞ്ഞു. മൂലധനം എല്ലാവരെയും വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ് മരിച്ചിരിക്കുന്നത്. ആ മാർപ്പാപ്പയാണ് പറഞ്ഞത്, എല്ലാത്തിനോടും മൂലധനം വിശ്വാസവഞ്ചന കാണിക്കുന്നുവെന്ന്. വൃദ്ധന്മാരോട്, യുവാക്കളോട്, സ്ത്രീകളോട്, പ്രകൃതിയോട് എല്ലാം മൂലധനം ചെയ്യുന്ന വിശ്വാസവഞ്ചന എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥമായ മോചനമെന്ന്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഈസ്റ്റർ സന്ദേശത്തിലും അദ്ദേഹം ആ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാവങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തിക ലഭിക്കുന്ന ഒരു കാലത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടതെന്ന്. അദ്ദേഹം കഴിഞ്ഞ ക്രിസ്മസ് നാളിലും പറഞ്ഞു, ലോകത്തെല്ലായിടത്തുമുള്ള പാവങ്ങളെ രാഷ്ട്രീയക്കാർ വ്യഥ കൊള്ളുന്ന കാലം വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം യാഥാർത്ഥ്യബോധമുള്ള പാവങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന, ആ പാവങ്ങളുടെ വിശപ്പിനെ പറ്റിയും വേദനയെ പറ്റിയും അറിയാവുന്ന ഒരു മാർപ്പാപ്പയെ ലോകം കാണുകയായിരുന്നു. ആ മാർപ്പാപ്പയോട് തീർച്ചയായിട്ടും ലോകത്തിന് അങ്ങേയറ്റത്തെ ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റായ ഞാൻ, വിശ്വാസി അല്ലാത്ത ഞാൻ ഈ മാർപ്പാപ്പയെ കാണാൻ വാസ്തവത്തിൽ കൊതിച്ചിരുന്നു. 2 തവണ ഞാൻ ആ ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വത്തിക്കൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. കോവിഡ് കാലത്ത് മിക്കവാറും അത് ഉറപ്പാക്കി വെച്ചതാണ്. അപ്പോഴേക്കും കോവിഡ് വന്നു, അത് അലസിപ്പോയി. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൂടിക്കാഴ്ചക്കുള്ള സമയം കിട്ടുമോ എന്ന് നോക്കി അതിന് കുറെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തെ അസുഖം വന്നു. അസുഖം മാറിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് അടുപ്പമുള്ള വത്തിക്കാനിലെ ഒരു വലിയ വൈദിക ശ്രേഷ്ഠൻ എന്നോട് പറയുകയും ചെയ്തതാണ്. ഞാൻ ആ നാളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നടുക്കുന്ന രീതിയിൽ ഈ വാർത്ത എത്തുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ലോകത്തിലാകെയുള്ള സ്നേഹവും ആദരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കിടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഞാൻ മാർപ്പാപ്പയുടെ ഈ വിയോഗവേളയിൽ ദുഃഖിക്കുന്ന എല്ലാവരോടും കൈകൾ കോർത്തുപിടിക്കുന്നു.